ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സ്റ്റാൻഡേർഡ് 6ലെ ഡെസിമൽ ഫോംസ്, അതായത് 5ാമത്തെ ചാപ്റ്റർ, അതിലെ 69ാമത്തെ പേജിലെ പ്രവൃത്തി പരിചയമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യകൾ സ്ഥാനവില അനുസരിച്ച് പിരിച്ചെഴുതാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ചെറിയൊരു കാര്യം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഒരു സംഖ്യ എഴുതുകയാണെന്ന് കരുതുക, 688 എന്ന് എഴുതുകയാണെന്ന് കരുതുക. നമുക്കറിയാം 8 വരുന്നത് എന്താണ്? ഒറ്റയുടെ സ്ഥാനത്താണ്. അടുത്ത 8 വരുന്നത് 10ന്റെ സ്ഥാനത്താണ്. പിന്നെ വരുന്നത് 100 അങ്ങനെ 1000, 10000, ലക്ഷം എന്നിങ്ങനെ കടന്നു പോകുന്നു. ഇത് നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്ക് അറിയേണ്ടത് ഇവിടെ ഒരു പോയിന്റ് വന്നതിന് ശേഷം വലത്തോട്ടേക്ക് വരുന്ന സംഖ്യകൾ എങ്ങനെയാണെന്നാണ്. അപ്പോഴെന്താണ്, ഇവിടെ 8 വരികയാണെങ്കിൽ നമ്മൾ ഇതിനെ 10 എന്ന് എഴുതില്ല, 1/10ന്റെ സ്ഥാനത്ത് ആണ്. അതേപോലെ തന്നെ 9 ഇവിടെ വരുന്നുണ്ടെങ്കിൽ 1/100ന്റെ സ്ഥാനത്താണ് അത് വരുന്നത്. വലത്തോട്ട് ഓരോ സംഖ്യകൾ വരുമ്പോഴും 1/1000, 1/10000, 1/100000 എന്നിങ്ങനെയുള്ള സംഖ്യകൾ നമുക്ക് ലഭിക്കും. ഇത് ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കാം. വരുന്നത് എന്താണ്? 4.5 വരുന്നത്. അപ്പോൾ നമുക്കറിയാം പോയിന്റ് ഇടതുവശം വരുന്നത് 1ന്റെ സ്ഥാനത്താണ് വരുന്നത്. വലതുവശത്തേക്ക് വരുമ്പോൾ അത് 1/10ന്റെ സ്ഥാനത്തേക്കായിട്ട് മാറും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 4 ഇവിടെ എഴുതാം, 5 ഇവിടെ എഴുതാം. 4.57 അപ്പോൾ 4 എത്ര സ്ഥാനത്താണ് വരുന്നത്? 1ന്റെ സ്ഥാനത്താണ് വരുന്നത്. 5 വരുന്നത് 1/10ന്റെ സ്ഥാനത്താണ്. ഇത് വരുന്നത് 1/100ന്റെ സ്ഥാനത്താണ്. അപ്പോൾ നമുക്കിവിടെ മാറ്റി എഴുതാം. 4 വരുന്നത് 1ന്റെ സ്ഥാനത്താണ്, 5 വരുന്നത് 1/10ന്റെ സ്ഥാനത്ത്, 7 വരുന്നത് 1/100ന്റെ സ്ഥാനത്ത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 4.572 ഇവിടെ 1ന്റെ സ്ഥാനത്ത് വരും. ഇവിടെ 1/10, ഇവിടെ 1/100, ഇവിടെ 1/1000. അപ്പം നമുക്കിവിടെ മാറ്റി എഴുതാം. 4.572. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വരുന്നത്? 45.72 ഇവിടെ 5 വരുന്നത് 1ന്റെ സ്ഥാനത്താണ്, 4 വരുന്നത് 10ന്റെ സ്ഥാനത്താണ്, 7 വരുന്നത് 1/10ന്റെ സ്ഥാനത്ത്, 2 വരുന്നത് 1/100ന്റെ സ്ഥാനത്ത്. ഇവിടെ മാറ്റി എഴുതാം. 5 വരുന്നത് 1ന്റെ സ്ഥാനത്താണ്, 4 വരുന്നത് 10ന്റെ സ്ഥാനത്താണ്. ഇനി വലത്തോട്ട് പോകുമ്പോൾ 7 വരുന്നത് 1/10ന്റെ സ്ഥാനത്തും, 2 വരുന്നത് 1/100ന്റെ സ്ഥാനത്തുമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 457.2 ഇത് നമ്മൾ അങ്ങനെ എഴുതി നോക്കേണ്ട ആവശ്യമില്ല അല്ലെ, നമുക്കിവിടെ ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ സാധിക്കും. 7 വരുന്നത് 1ന്റെ സ്ഥാനത്താണ്, 5 വരുന്നത് 10ന്റെ സ്ഥാനത്താണ്, 4 വരുന്നത് 100ന്റെ സ്ഥാനത്താണ്. പിന്നെ വലത്തോട്ട് ഒറ്റ സംഖ്യ മാത്രമേ ഉള്ളൂ, അത് 1/10ന്റെ സ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതുവാൻ സാധിക്കും.